നമുക്ക് പരിചയമുള്ള ഒരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്. ഇത് സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ ചൂടാക്കി അതിനെ ഉരുക്കിയെടുത്താൽ അതിൻ്റെ മോൾട്ടൺ ഫോമിലും അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ വാട്ടറിൽ ഡിസോൾവ്ഡ് ഫോമിലോ അതല്ലെങ്കിൽ മോൾട്ടൺ ഫോമിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസിഡുകളും ബേസുകളും സോൾട്ടുകളും ഇലക്ട്രോലൈറ്റുകളാണ്. അവ അക്വസ് ഫോമിൽ, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴും അതുപോലെ മോൾട്ടൺ ഫോമിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ചില ആസിഡുകൾ HCl, HNO3, H2SO4 ഇവ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയോണൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ ചില ആൽക്കലി NaOH, KOH ഇവയും പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി അയോണൈസ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത്. അതേസമയം അസറ്റിക് ആസിഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഭാഗികമായി മാത്രമാണ് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഭാഗികമായി മാത്രം അയോണൈസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോലൈറ്റുകളെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണമായി അസറ്റിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20% അസറ്റിക് ആസിഡ് മാത്രമാണ് അസറ്റേറ്റ് അയോണായും ഹൈഡ്രജൻ അയോണായും ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 80% അൺഡിസോസിയേറ്റഡ് ഫോമിലായിരിക്കും. സോ അവിടെ ഡിസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന അയോൺസും അൺഡിസോസിയേറ്റഡ് അസറ്റിക് ആസിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം പോസിബിളാണ്. ഇത്തരം ഇക്വിലിബ്രിയത്തെയാണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് ഈ യൂണിറ്റിൻ്റെ സെക്കൻഡ് ഹാഫായി പഠിക്കാനുള്ളത് അയോണിക് ഇക്വിലിബ്രിയമാണ്. അതിൽ ആദ്യം ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുളി രുചിയുള്ള സബ്സ്റ്റൻസസ് ആണ്. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നു. എന്നാൽ ബേസസ് അഥവാ ആൽക്കലി അത് ബിറ്റർ ടേസ്റ്റ്, ചവർപ്പ് രുചിയുള്ള പദാർത്ഥങ്ങളാണ്. അത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി ചേഞ്ച് ചെയ്യുന്നു. എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്ന് ആദ്യം ഡിഫൈൻ ചെയ്തത് അരീനിയസ് എന്ന സയൻറ്റിസ്റ്റാണ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അരീനിയസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രജൻ അയോൺ അഥവാ H+ അയോൺ തരുന്ന സബ്സ്റ്റൻസാണ് ആസിഡ്സ്. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് H+ അഥവാ ഹൈഡ്രജൻ അയോൺ തരുന്ന സബ്സ്റ്റൻസിനെയാണ് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്നാണ് ഫോമുല. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, അതുകൊണ്ടാണ് അക്വസ് എന്ന് ഇവിടെ സബ്സ്ക്രിപ്റ്റായി എഴുതിയത്. HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് H+ അയോണായും Cl- അയോണും ആയും ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോൺ അഥവാ ഹൈഡ്രജൻ അയോൺ തരുന്ന സബ്സ്റ്റൻസിനെയാണ് ആസിഡ് എന്ന് പറയുന്നത്. മറ്റ് ആസിഡുകൾ നമുക്കറിയാം. HNO3 നൈട്രിക് ആസിഡ്, H2SO4 സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയെല്ലാം വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോണിനെ തരുന്നു. സോ ഇവയെല്ലാം അരീനിയസ് ആസിഡിന് എക്സാമ്പിളാണ്. അരീനിയസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ബേസ് എന്നാൽ
വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് OH നെഗറ്റീവ് അയോൺ അഥവാ ഹൈഡ്രോക്സിൽ അയോൺ തരുന്ന സബ്സ്റ്റൻസ് ആണ്. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് OH നെഗറ്റീവ് അഥവാ ഹൈഡ്രോക്സിൽ അയോൺ തരുന്ന സബ്സ്റ്റൻസിനെയാണ് അരീനിയസ് ബേസ് എന്ന് പറയുന്നത്. NaOH നമുക്ക് പരിഗണിക്കാം. NaOH വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് Na പോസിറ്റീവ് അയോണും OH നെഗറ്റീവ് അയോണും തരുന്നു. ഇങ്ങനെ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് OH നെഗറ്റീവ് അഥവാ ഹൈഡ്രോക്സിൽ അയോൺ തരുന്ന സബ്സ്റ്റൻസിനെയാണ് അരീനിയസ് ബേസ് എന്ന് പറയുന്നത്. മറ്റു അരീനിയസ് ബേസ് പരിഗണിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡ്സ് KOH, BaOH 2 ടൈംസ് ബേരിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇവയെല്ലാം അരീനിയസ് കൺസെപ്റ്റ് പ്രകാരം ബേസസ് ആണ്. നമ്മൾ കണ്ടു അരീനിയസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്നാൽ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് H പോസിറ്റീവ് അയോൺ അഥവാ ഹൈഡ്രജൻ അയോണിനെ തരുന്നവയാണ്. നമുക്കറിയാം H പോസിറ്റീവ് അയോൺ എന്നാൽ ഹൈഡ്രജൻ ആറ്റം, അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. ആ സിമ്പിൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ടാലാണ് H പോസിറ്റീവ് അയോൺ കിട്ടുന്നത്. അപ്പോൾ H പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഒരു പ്രോട്ടോൺ അത് വളരെ ചെറിയ ഒരു പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഹൈ റിയാക്റ്റീവാണ്. അക്വസ് മീഡിയത്തിൽ ഈ H പോസിറ്റീവ് അഥവാ ഒരു പ്രോട്ടോൺ ഒറ്റയ്ക്ക് നിൽക്കില്ല. അത് ഉടനെ തന്നെ ഒരു വാട്ടർ മോളിക്യൂളുമായി കമ്പൈൻ ചെയ്യും. H2Oയുമായി കമ്പൈൻ ചെയ്ത് H3O പോസിറ്റീവ് അയോൺ അഥവാ ഹൈഡ്രോണിയം അയോൺ ആയി ആണ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. H പോസിറ്റീവ് അക്വസ് മീഡിയത്തിൽ ഒരു വാട്ടർ മോളിക്യൂളുമായി കമ്പൈൻ ചെയ്ത് H3O പോസിറ്റീവ് അഥവാ ഹൈഡ്രോണിയം അയോൺ ആയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയുള്ള ഡിസ്കഷനിൽ നമ്മൾ പലപ്പോഴും H പോസിറ്റീവ് എന്നുള്ളതിന് പകരം H3O പോസിറ്റീവ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. രണ്ടിനും ഒരേ മീനിങ് ആണ്. H പോസിറ്റീവ് H3O പോസിറ്റീവ് രണ്ടും ഒരേ അർത്ഥത്തിലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അരീനിയസ് കൺസെപ്റ്റ് ഉപയോഗിച്ച് അമോണിയ പോലുള്ള ബേസിൻ്റെ ബേസിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഉപയോഗിച്ച് അത്തരം ബേസിൻ്റെയും പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റാണ്. ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് എന്നാൽ പ്രോട്ടോണിനെ അഥവാ H പോസിറ്റീവ് അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബേസ് എന്നാൽ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. സോ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്നും പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ബ്രോൺസ്റ്റഡ് ബേസ് എന്നും വിളിക്കുന്നു. നമുക്കൊരു ഉദാഹരണം വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. HClഉം വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ പരിഗണിക്കുക. HCl ആൻഡ് വാട്ടർ. ഇവിടെ HCl അക്വസ് മീഡിയത്തിലാണ്. HClഉം വാട്ടറും റിയാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ HCl ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് അത് Cl നെഗറ്റീവായി മാറുന്നു. HCl പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് Cl നെഗറ്റീവായി മാറുന്നു. ഇവിടെ HCl പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് HCl ഒരു ആസിഡാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. H2O HClൽ നിന്നും പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് H3O പോസിറ്റീവായി മാറുന്നു. H2O പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് H2O ഈ കേസിൽ ഒരു ബ്രോൺസ്റ്റഡ് ബേസ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ HCl പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് Cl നെഗറ്റീവായി മാറുന്നു. അതിനാൽ HCl ഒരു ബ്രോൺസ്റ്റഡ് ആസിഡാണ്. H2O HCl നിന്നും പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ബ്രോൺസ്റ്റഡ് ബേസ് ആണ്. വേറൊരു ഉദാഹരണം പരിഗണിക്കാം.
NH3യും H2Oയും തമ്മിലുള്ള റിയാക്ഷൻ. NH3 അക്വസ് മീഡിയത്തിൽ, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുമ്പോൾ H2O ലിക്വിഡ്. ഇവിടെ NH3 H2Oയിൽ നിന്നും ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് NH4 പോസിറ്റീവ് അയോണായി മാറുന്നു. NH3 H2Oയിൽ നിന്നും ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് NH3 അരീനിയസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബേസാണ്. H2O ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് OH നെഗറ്റീവായി മാറുന്നു. OH നെഗറ്റീവ് അക്വസ് ആയി മാറുന്നു. പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് H2O ഇവിടെ ആസിഡായി ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറയുന്നത്. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ബ്രോൺസ്റ്റഡ് ബേസ് എന്നും പറയും. നമുക്ക് ഈ രണ്ട് ഉദാഹരണം നോക്കുകയാണ് എങ്കിൽ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ H2O ഒരു ബേസാണ്, രണ്ടാമത്തേതിൽ H2O ഒരു ആസിഡാണ്. അതായത് H2Oയ്ക്ക് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ കഴിവുണ്ട്. ഇങ്ങനെ ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെ ആംഫോട്ടറിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. H2O ഒരു ആംഫോട്ടറിക് സ്പീഷീസ് ആണ്. ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെയാണ് ആംഫോട്ടറിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോണിനെ കൊടുക്കാനും വാങ്ങാനും കഴിവുള്ള സ്പീഷീസ് ആണ് ആംഫോട്ടറിക് സ്പീഷീസ്. നമുക്ക് ആദ്യത്തെ ഉദാഹരണം ഒന്നുകൂടി നോക്കാം. ഇവിടെ HCl ഒരു ബ്രോൺസ്റ്റഡ് ആസിഡാണ്. അത് ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് Cl നെഗറ്റീവായി മാറി. സോ ഈ രണ്ട് സ്പീഷീസ് HCl ആൻഡ് Cl നെഗറ്റീവ്, അവ തമ്മിൽ ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. അങ്ങനെ HCl ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ആ സ്പീഷീസിനെ HClൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്നാണ് പറയുന്നത്. HClൻ്റെ കോഞ്ചുഗേറ്റ് ബേസാണ് Cl നെഗറ്റീവ്. അതേപോലെ H2O ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് H3O പോസിറ്റീവായി മാറുന്നു. ഇവ തമ്മിൽ ഒരു പ്രോട്ടോണിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ H2Oയുടെ കോഞ്ചുഗേറ്റ് ആസിഡാണ് H3O പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. H2Oയുടെ കോഞ്ചുഗേറ്റ് ആസിഡാണ് H3O പോസിറ്റീവ്. ഇവിടെ HClൻ്റെ കോഞ്ചുഗേറ്റ് ബേസാണ് Cl നെഗറ്റീവ്. H2Oയുടെ കോഞ്ചുഗേറ്റ് ആസിഡാണ് H3O പോസിറ്റീവ്. ഇതേപോലെ ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമുള്ള ആസിഡ് ബേസ് ജോഡികളെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് പറയുന്നത്. ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമുള്ള ആസിഡ് ബേസ് ജോഡികളെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നു. എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമുള്ള ആസിഡ് ബേസ് ജോഡികളാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. നമുക്കൊരു ഉദാഹരണം എഴുതാം. HCl ആൻഡ് Cl നെഗറ്റീവ്, ഇതൊരു കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. അതായത് ഒരു ആസിഡിൽ നിന്നും H പോസിറ്റീവിനെ മാറ്റിയാൽ കിട്ടുന്ന ആ സ്പീഷീസ്. സോ HCl ആൻഡ് Cl നെഗറ്റീവ് ആർ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അനദർ എക്സാമ്പിൾ HNO3 ആൻഡ് NO3 നെഗറ്റീവ്, അവ തമ്മിൽ ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. വേറൊരു ഉദാഹരണം പരിഗണിക്കുകയാണ് എങ്കിൽ H2SO4 ആൻഡ് HSO4 നെഗറ്റീവ്, ഇവ തമ്മിൽ ഒരു പ്രോട്ടോണിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് H2SO4 ആൻഡ് HSO4 നെഗറ്റീവ് ആർ ആൻ എക്സാമ്പിൾ ഫോർ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇവിടെ നമ്മൾ കണ്ടിരുന്നു HCl എന്ന് പറയുന്ന ആസിഡിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് Cl നെഗറ്റീവ്. HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായി അയോണൈസ് ചെയ്യും
അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ പൂർണ്ണമായി അയോണൈസ് ചെയ്യുന്ന ഒരു ആസിഡിനെ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നു. പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യുന്ന ബേസിനെ സ്ട്രോങ് ബേസ് എന്നുമാണ് പറയുന്നത്. അതേസമയം ഭാഗികമായി മാത്രം അയോണൈസ് ചെയ്യുന്ന ആസിഡോ ബേസോ ആണെങ്കിൽ അതിനെ വീക്ക് ആസിഡ് എന്നും വീക്ക് ബേസ് എന്നുമാണ് പറയുന്നത്. ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് സ്ട്രോങ് ആണ് എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. സോ HCl ഒരു സ്ട്രോങ് ആസിഡാണ്. സോ അതിൽ നിന്നും കിട്ടുന്ന Cl നെഗറ്റീവ് എന്ന കോൺജുഗേറ്റ് ബേസ് ഒരു വീക്ക് ആയിരിക്കും. അതേപോലെ H2O അത് ഭാഗികമായി മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ, അതൊരു വീക്ക് ബേസ് ആണ്. അതേസമയം അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് H3O പോസിറ്റീവ്, H3O പോസിറ്റീവ് H പോസിറ്റീവ് എന്ന് തന്നെയാണ്, അതൊരു സ്ട്രോങ് ആസിഡ് ആയിരിക്കും. സോ നമുക്കൊരു ജനറൽ കൺസെപ്റ്റ് എഴുതാം. ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് സ്പീഷ്യസ് വീക്ക് ആയിരിക്കും. അതേപോലെ നേരെ തിരിച്ചും. ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഏതാനും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. റൈറ്റ് ദ കോൺജുഗേറ്റ് ബേസസ് ഫോർ ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന സ്പീഷ്യസിൻ്റെ കോൺജുഗേറ്റ് ബേസസ് എഴുതണം. നമുക്കറിയാം, ഒരു ആസിഡ് തന്നാൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നതിനായി ആ തന്നിരിക്കുന്ന ആസിഡിൽ നിന്നും ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. സോ HFൻ്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടാൻ അതിൽ നിന്നും ഒരു H പോസിറ്റീവ് മൈനസ് ചെയ്യുന്നു. സോ HFൽ നിന്നും H പോസിറ്റീവ് മൈനസ് ചെയ്താൽ അവിടെ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് F നെഗറ്റീവ് ആയിരിക്കും. H2SO4 ഇവിടെ കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നതിനായി ഇതിൽ നിന്നും ഒരു H പോസിറ്റീവ് റിമൂവ് ചെയ്യണം. സോ H പോസിറ്റീവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു H ഉണ്ടാവുകയുള്ളൂ. സോ HSO4 1 നെഗറ്റീവ്. ദെൻ HCO3 നെഗറ്റീവ്, ഇതിൽ നിന്നും പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നു. സോ CO3. ദെൻ ഒരു പോസിറ്റീവ് ചാർജ് കൂടി കുറയ്ക്കുന്നു, അതുകൊണ്ട് 2 നെഗറ്റീവ് ചാർജ് CO3 2 നെഗറ്റീവ്. സോ ഒരു സ്പീഷീസ് തന്നാൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നതിനായി തന്നിരിക്കുന്ന സ്പീഷീസിൽ നിന്നും ഒരു പ്രോട്ടോണിനെ അഥവാ ഒരു H പോസിറ്റീവിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ്സ് ഫോർ ദ ഫോളോയിങ്. തന്നിരിക്കുന്ന സ്പീഷീസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടെത്തുക. ഒരു ബേസാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടാനായി അതിലേക്ക് ഒരു പ്രോട്ടോൺ അഥവാ ഒരു H പോസിറ്റീവ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. തന്നിരിക്കുന്ന സ്പീഷീസിൻ്റെ ഒപ്പം ഒരു H പോസിറ്റീവ് ആഡ് ചെയ്താൽ ഇവയുടെ കോൺജുഗേറ്റ് ആസിഡ്സ് കിട്ടും. സോ NH3യുടെ ഒപ്പം H പോസിറ്റീവ് ആഡ് ചെയ്താൽ NH4 പോസിറ്റീവാണ് ഇവിടുത്തെ കോൺജുഗേറ്റ് ആസിഡ്. ദെൻ NH2 നെഗറ്റീവ്, അവിടെ ഒരു H പോസിറ്റീവ് ആഡ് ചെയ്യുന്നു. സോ NH3 ആ നെഗറ്റീവ് ചാർജ് ഇല്ലാതാകും. HCOO നെഗറ്റീവ്, അവിടെ ഒരു H പോസിറ്റീവ് ആഡ് ചെയ്യുന്നു. സോ HCOOH നെഗറ്റീവ് ചാർജ് ഇല്ലാതാകുന്നു. ഇവിടെ നമുക്ക് 2 H ഒരുമിച്ച് എഴുതാൻ സാധിക്കില്ല. ഇതൊരു ഓർഗാനിക് ആസിഡാണ്, ഫോമിക് ആസിഡാണ്, അതുകൊണ്ടാണ് HCOOH എന്ന് എഴുതിയത്. ക്വസ്റ്റ്യൻ, ദ സ്പീഷ്യസ് H2O, HCO3 നെഗറ്റീവ്, HSO4 നെഗറ്റീവ് ആൻഡ് NH3 can act both as acids and bases. Write the conjugate acid and base. ഈ തന്നിരിക്കുന്ന സ്പീഷ്യസിന് കോൺജുഗേറ്റ് ആസിഡ്സിനെയും ബേസസിനെയും കണ്ടെത്തുക. കാരണം ഇവ അംഫോട്ടറിക് സ്പീഷ്യസ് ആണ്. നമ്മൾ തന്നിരിക്കുന്ന ആ സ്പീഷ്യസ് എടുത്തെഴുതുന്നു. H2O, HCO3 നെഗറ്റീവ്, HSO4 നെഗറ്റീവ് ആൻഡ് NH3. അവയുടെ എല്ലാം കോൺജുഗേറ്റ് ആസിഡുകളും ബേസുകളും കണ്ടെത്തണം. സോ നമുക്ക് ഒരു സ്പീഷ്യസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ലഭിക്കുന്നതിനായി തന്നിരിക്കുന്ന സ്പീഷ്യസിൻ്റെ ഒപ്പം ഒരു H പോസിറ്റീവ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ H2Oയുടെ ഒപ്പം H പോസിറ്റീവ് ആഡ് ചെയ്താൽ H3O പോസിറ്റീവ് ലഭിക്കും. HCO3 നെഗറ്റീവിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ലഭിക്കുന്നതിന് ഇതിനൊപ്പം ഒരു H പോസിറ്റീവ് ആഡ് ചെയ്യുക. സോ H2CO3.
ഇവിടെ നെഗറ്റീവ് ചാർജ് ഇല്ലാതാവുന്നു. ദെൻ HSO4 നെഗറ്റീവ്, ഇതിനൊപ്പം ഒരു H പോസിറ്റീവ് ആഡ് ചെയ്താൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. സോ H2SO4. ദെൻ NH3, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ലഭിക്കുന്നതിനായി H പോസിറ്റീവ് ആഡ് ചെയ്യുന്നു. സോ NH4 പോസിറ്റീവ്. ദെൻ ഇവയുടെ എല്ലാം കോൺജുഗേറ്റ് ബേസ് കിട്ടണം. കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നതിനായി തന്നിരിക്കുന്ന സ്പീഷീസിൽ നിന്നും നമ്മൾ H പോസിറ്റീവ് കുറയ്ക്കുകയാണ് വേണ്ടത്. H2Oയിൽ നിന്നും ഒരു H പോസിറ്റീവ് കുറച്ചാൽ OH നെഗറ്റീവാണ് കിട്ടുന്നത്. സോ H2Oയുടെ കോൺജുഗേറ്റ് ബേസ് OH നെഗറ്റീവാണ്. ദെൻ HCO3 നെഗറ്റീവ്, അതിൽ നിന്നും ഒരു H പോസിറ്റീവ് കുറച്ചാൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടും. സോ CO3 നെഗറ്റീവ്. ദെൻ HSO4 നെഗറ്റീവിൽ നിന്നും ഒരു H പോസിറ്റീവ് കുറയ്ക്കുക. സോ SO4 നെഗറ്റീവ്. ദെൻ NH3യിൽ നിന്നും ഒരു H പോസിറ്റീവ് കുറയ്ക്കുക. സോ NH2 നെഗറ്റീവ്. അടുത്തതായി ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് എന്നാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ബേസ് എന്നാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. സോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ലൂയിസ് ആസിഡ് എന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ലൂയിസ് ബേസ് എന്നും പറയാം. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ബോറോൺ ട്രൈഫ്ലൂറൈഡ് നിങ്ങൾക്ക് പരിചയമുള്ള കോമ്പൗണ്ടാണ്. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ബോറോണിന് ചുറ്റും 3 ഫ്ലൂറിൻ ആറ്റം. ഇവിടെ ബോറോണിന് ചുറ്റും 2, 4, 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒക്ടറ്റ് പൂർത്തിയായിട്ടില്ല. ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടാണ്. ഈ ബോറോൺ ട്രൈഫ്ലൂറൈഡ് NH3യുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതുക. NH3 നമുക്കറിയാം, അതിന് പിരമിഡൽ ജോമെട്രി ആണ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. BF3 NH3യുമായി റിയാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് സ്വീകരിക്കുന്നു. ഇവ കമ്പൈൻ ചെയ്ത് BF3 NH3 എന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. BF3 NH3 എന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതിനാലാണ്, അല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കാത്തതിനാലാണ് NH3യിൽ നിന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന സ്പീഷീസിനെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. സോ ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഒരു ആസിഡാണ്. NH3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അതായത് അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിനെയാണ് നമുക്ക് ലൂയിസ് ബേസ് എന്ന് പറയാൻ സാധിക്കുന്നത്. സോ ലൂയിസ് ആസിഡ്സ് എല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് ഒക്ടറ്റ് പൂർത്തിയാക്കാത്തവ, അതല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളവയായിരിക്കും. അതേസമയം ലൂയിസ് ബേസ് എന്നാൽ അത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവ അഥവാ നെഗറ്റീവ് ചാർജ് ഉള്ളവയായിരിക്കും. നമുക്ക് എക്സാമ്പിളായി പറയാൻ പറ്റുന്നത് 13ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സ്. ബോറോണിൻ്റെ കോമ്പൗണ്ട്സ് BF3, ദെൻ BCl3, ദെൻ അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ട് AlCl3 തുടങ്ങിയവ ലൂയിസ് ആസിഡാണ്. അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള Mg2 പോസിറ്റീവ്, അതല്ലെങ്കിൽ Ca2 പോസിറ്റീവ്, ദെൻ H പോസിറ്റീവ്. നമുക്കറിയാം H പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ പോലും ഇല്ല. അത് ഒരു പെയർ ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ ഹീലിയത്തെ പോലെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. സോ ലൂയിസ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ അത് 13ാം ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആയിരിക്കാം. ദെൻ
ലൂയിസ് ബേസസ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോൺ റിച്ച് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസ്. ഉദാഹരണമായി NH3, ഇവിടെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അതൊരു ലൂയിസ് ബേസ് ആണ്. ദെൻ H2O, ഇവിടെ ഓക്സിജൻ ആറ്റത്തിൽ 2 ജോഡി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് H2O ഒരു ലൂയിസ് ബേസ് ആണ്. ദെൻ HCl അല്ലെങ്കിൽ HF, ഇവിടെ ക്ലോറിൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് HCl ഒരു ലൂയിസ് ബേസ് ആണ്. ദെൻ നെഗറ്റീവ് ചാർജുള്ള സ്പീഷ്യസ് എല്ലാം Cl നെഗറ്റീവ്, OH നെഗറ്റീവ് തുടങ്ങിയവയും ലൂയിസ് ബേസ് ആണ്.